Hi, welcome all to Entri Technical YouTube channel. So ഇന്നത്തെ സെഷനിൽ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ കുറച്ച് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So once again I welcome you all to the session. So first question, select the wrong statement from the following. Select the wrong statement from the following. Statement 1, viscosity of gases increases with increase in temperature. Statement 2, SI unit of dynamic viscosity is Pascal second. Statement 3, unit of surface tension is Newton per meter. Statement 4, specific weight of the fluid is given by W is equal to rho g. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള കുറച്ച് ടേംസുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് തന്നെ അനാലിസിസ് നടത്താം. ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഗ്യാസുകളുടെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിക്വിഡ്സും വരാം ഗ്യാസസും വരാം അല്ലേ. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇറ്റ് മെയിൻലി ഡ്യൂ ടു എന്താണ്? കൊഹസീവ് ഫോഴ്സ് ആൻഡ് മോളിക്കുലാർ മൊമെൻറ്റം. കൊഹസീവ് ഫോഴ്സ് മൂലവും മോളിക്കുലാർ മൊമെൻറ്റവും കാരണത്താലാണ് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത്. സോ ലിക്വിഡ്സിൻ്റെ കേസസിൽ വിസ്കോസിറ്റിക്ക് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? കൊഹസീവ് ഫോഴ്സ് ആണ്. ലിക്വിഡ്സിൻ്റെ കേസസിൽ വിസ്കോസിറ്റിക്ക് കാരണക്കാരൻ കൊഹസീവ് ഫോഴ്സ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മോളിക്കുലാർ മൊമെൻറ്റമാണ്. ഇത് കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. ലിക്വിഡ്സിൻ്റെ കേസസിൽ viscosity main reason it is due to cohesive force, but in the case of gases the main factor which is responsible for viscosity is the molecular momentum. So temperature increase ചെയ്യുന്നതിനനുസരിച്ച് what happens to molecular momentum? As we all know, as temperature increases മോളിക്കുലാർ മൊമെൻറ്റം ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്കുലാർ മൊമെൻറ്റം കൂടും. കാരണം ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾസ് എനർജൈസ്ഡ് ആവുകയാണ് അല്ലേ. സോ അതിൻ്റെ മോളിക്കുലാർ മൊമെൻറ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മോളിക്കുലാർ മൊമെൻറ്റം ഓൾസോ ഇൻക്രീസസ്. സോ മോളിക്കുലാർ മൊമെൻറ്റം കൂടുമ്പോൾ അത് കാരണമാണ് ഗ്യാസസിൽ എന്തുണ്ടാകുന്നത്? വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടും അല്ലേ. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മോളിക്കുലാർ മൊമെൻറ്റം ഇൻക്രീസസ്. സോ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഓൾസോ ഇൻക്രീസസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് കറക്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. പക്ഷേ നമ്മൾ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അവിടെ ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റിയുടെ കേസ് നമുക്ക് അവിടെ ഒന്ന് പഠിച്ച് തന്നെ പോകാം. മേ ബി നമുക്ക് ക്വസ്റ്റ്യൻ ഗ്യാസസ് മാറി ലിക്വിഡ്സ് ആണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസസിൽ നമ്മൾ പറഞ്ഞു ലിക്വിഡ്സിൻ്റെ കേസസിൽ വിസ്കോസിറ്റിക്ക് മെയിൻ ഫാക്ടർ ആരാണ്? ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് മൂലമാണ് ലിക്വിഡ്സിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കണം, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ് ടു കൊഹസീവ് ഫോഴ്സ്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊഹസീവ് ഫോഴ്സിന് എന്താ സംഭവിക്കുന്നത്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് കൊഹസീവ് ഫോഴ്സ് ഡിക്രീസസ് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊഹസീവ് ഫോഴ്സ് എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഈ 2 പോയിന്റുകൾ നമ്മൾ കൺക്ലൂഷനായിട്ട് പഠിക്കുക. ആസ് ദ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഈ 2 പോയിന്റും കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗ്യാസസിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. സോ അത് നമ്മൾ കറക്റ്റ് തന്നെയാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. അതിനകത്ത് നമുക്ക് ഡൗട്ടില്ല. ഓക്കെ. സോ നമുക്കിനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാം. എന്താ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്? SI യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് പാസ്കൽ സെക്കൻഡ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യാം. നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റും അതേപോലെ തന്നെ നമ്മൾ CGS യൂണിറ്റും പഠിക്കുന്നുണ്ടല്ലേ. SI യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്താണ്? മ്യൂവിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് പാസ്കൽ സെക്കൻഡ് എന്നാ.
നമ്മൾ പഠിച്ചത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. പക്ഷേ അവിടെ നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് 1 പാസ്കൽ അല്ലേ? പാസ്കൽ പ്രഷറിൻ്റെ യൂണിറ്റ്, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിന് നമുക്ക് എങ്ങനെയും എഴുതാം, പാസ്കൽ സെക്കൻഡ് എന്നും എഴുതാം. അപ്പോൾ ഇതെന്താണ്? കറക്റ്റാണ്. നോട്ട് ചെയ്യുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. പക്ഷേ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പാസ്കൽ ആണ് എന്ന് നമുക്കറിയാം. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് പാസ്കൽ സെക്കൻഡ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്യുക. നമ്മൾ എന്തായാലും SI യൂണിറ്റ് നോക്കി. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ്? അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ്? ദ CGS യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ദ പോയ്സ് എന്ന് പറയുന്നതാണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ്. അപ്പോൾ ഈ SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര പോയ്സ് ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 10 പോയ്സ്. 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 പോയ്സ്. അതും നോട്ട് ചെയ്ത് തന്നെ പോകുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്. എന്താ സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സിഗ്മ. എന്താ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. ഇങ്ങനെ നമ്മളൊരു ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. സർഫസ് ടെൻഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ ഡെഫിനിഷനെ ബേസ് ചെയ്ത് യൂണിറ്റ് എങ്ങനെ വരും? ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ന്യൂട്ടൺ. ലെങ്തിൻ്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? മീറ്റർ. സോ സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ പറയാം? ന്യൂട്ടൺ പെർ മീറ്റർ. അത് കറക്റ്റ് യൂണിറ്റ് ആണ്. അത് തന്നെയല്ലേ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് ക്ലിയർ ആയി. പക്ഷേ സർഫസ് ടെൻഷന് മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ട്. അതും നമ്മൾ അതിനോടൊപ്പം പഠിച്ചു വെക്കണം. സർഫസ് ടെൻഷൻ നമുക്ക് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ഇൻ അനദർ വേ. ഇറ്റ് ഈസ് ദ എനർജി പെർ യൂണിറ്റ് ഏരിയ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സർഫസ് ടെൻഷനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഇസ് ദ എനർജി പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ നോക്കേ, എനർജിയുടെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂളാണ്. ഏരിയയുടെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, മീറ്റർ സ്ക്വയർ ആണ്. സോ സർഫസ് ടെൻഷന് മറ്റൊരു യൂണിറ്റും ഉണ്ട്. അതെന്താണ്? ജൂൾ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് യൂണിറ്റുകളും സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ന്യൂട്ടൺ പെർ മീറ്ററും സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ആണ്. ജൂൾ പെർ മീറ്റർ സ്ക്വയറും എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ആണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. വാട്ട് അബൌട്ട് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്? സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ബൈ W is equal to rho g. ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് W equal to rho g എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കറക്റ്റ് ആണോ? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ആണ് അല്ലേ? നമ്മൾ സ്പെസിഫിക് വെയിറ്റ് നോർമലി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ W ആണ്. എന്താണ് സ്പെസിഫിക് വെയിറ്റിൻ്റെ ഡെഫിനിഷൻ? നമ്മൾ ക്ലാസ് സെഷൻസിൽ പഠിച്ചത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് ഗിവൺ ബൈ mg ഡിവൈഡഡ് ബൈ എന്ത്? വോളിയം അല്ലേ? mg ബൈ v എന്നും. എന്താണ് മാസ് ബൈ വോളിയം? അത് നമ്മൾ ഫ്ലൂയിഡിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി പഠിക്കുന്നത് ആ മാസ് ബൈ വോളിയം. അതെന്താ? അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റോ ജി. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡെൻസിറ്റി ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു റോ ജി എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. എല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ കുറച്ചധികം കൺസെപ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി കഴിഞ്ഞു. കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. When a fluid flows through a duct area, area reduces by 40% and density reduction of about 15%. Then the final velocity is. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫ്ലൂയിഡ് ഒരു ഡെക്റ്റിലൂടെ പോവുകയാണ്. അപ്പോൾ ആ ഡെക്റ്റിൻ്റെ ഏരിയ എന്ത് ചെയ്തു? 40% കുറഞ്ഞു. അതിലേക്കൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി 15% കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് വെലോസിറ്റി എത്രയാണ് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് പഠിച്ചത്? റോ 1 A1 V1 should be equal to rho 2 A2 V2.
ഓക്കെ, സോ ഇവിടെ പറഞ്ഞേക്കുവാണ് ഏരിയ എന്താ റെഡ്യൂസസ് ബൈ 40%. ഇത് നമ്മൾ നോട്ട് ചെയ്യുക. ഏരിയ ഡെക്റ്റിൻ്റെ ഏരിയ എന്ത് ചെയ്യുക 40% കുറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് A2 എന്ന് പറയുന്നത് 40% കുറഞ്ഞു. ബാക്കി എത്രയാണ് 0.6A1 60%. ഇൻലെറ്റ് ഏരിയയുടെ ബാക്കി 60%മാണ് എക്സിറ്റ് ഏരിയ. സോ A2 is equal to 0.6A1. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റെഡ്യൂസസ് ബൈ ആണ്, അത് ശ്രദ്ധിക്കുക. അതേപോലെ ഡെൻസിറ്റി റിഡക്ഷൻ ഓഫ് അബൌട്ട് 15%. അതായത് ഡെൻസിറ്റി ഗ്യാസ് ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുക 15% കുറയുകയാണ്. അതായത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ρ2 is equal to 15% കുറഞ്ഞു. ബാക്കി എത്രയാണ് 85%. സോ 0.85 ρ1. സോ ρ2 is equal to 0.85 ρ1. ദെൻ ഡയറക്റ്റ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ρ1 A1 V1 ഷുഡ് ബി ഈക്വൽ ടു ρ2നെ നമുക്ക് എങ്ങനെ എഴുതാം 0.85 ρ1 ഇൻറ്റു A2നെ നമുക്ക് എങ്ങനെ എഴുതാം 0.6A1 ഇൻറ്റു ഏതാണ് V2. സോ എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം ρ1 A1 കട്ട് ചെയ്ത് പോയി, ρ1 A1 കട്ട് ചെയ്ത് പോയി. സോ V1 is equal to നമുക്ക് എന്ത് കിട്ടി 0.85 ഇൻറ്റു 0.6 V2. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നാണ്. സോ ഫൈനൽ വെലോസിറ്റി V2 is equal to നമുക്ക് എങ്ങനെ എഴുതാം V1 ഡിവൈഡഡ് ബൈ 0.85 ഇൻറ്റു 0.6. 0.85 ഇൻറ്റു 0.6 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.5 എന്ന് കിട്ടും. സോ V2 is equal to നമുക്ക് എന്തെന്ന് കിട്ടും 2 times V1. അതായത് ഇൻലെറ്റ് വെലോസിറ്റിയുടെ ഡബിൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് എക്സിറ്റ് വെലോസിറ്റി കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറച്ച് കിട്ടാൻ, നെഗറ്റീവായിട്ട് മാർക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഈ റെഡ്യൂസസ് ബൈ എന്നുള്ളത് ശ്രദ്ധിക്കത്തില്ല. സോ നോർമലി നമ്മൾ ആ A2 എന്ന് പറയുന്ന 0.4A1 എന്നും അതേപോലെ ρ2 എന്ന് പറയുന്ന 0.5 ρ1 എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റെഡ്യൂസസ് ബൈ ആണ്. ഇവിടെയും ഡെൻസിറ്റി റിഡക്ഷൻ, ഡെൻസിറ്റി 15% കുറയുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. ബാക്കി ആ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മളവിടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പോകുക. ഓക്കെ അല്ലേ? സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ ക്വസ്റ്റ് നമ്പർ 3. In a two-dimensional flow field has velocities along the x and y directions given by u is equal to x square t and v is equal to minus 2xyt respectively. Equation for streamline is, streamline-ൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും വെലോസിറ്റി കമ്പോണൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് u is equal to x square t, y ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ് v is equal to minus 2xyt. ഓക്കെ, അപ്പോൾ രണ്ട് വെലോസിറ്റി കമ്പോണൻസുകൾ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ. സ്ട്രീം ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രീം ലൈൻ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകണം. സ്ട്രീം ലൈൻ ഇക്വേഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസുകളൊക്കെ നോർമലി എക്സാമിന് ചോദിക്കാറുണ്ട്. സോ സ്ട്രീം ലൈൻ ഇക്വേഷൻ ഫോർ സ്ട്രീം ലൈൻ ഇസ് ഗിവൺ ബൈ dx by u is equal to dy by v is equal to dz by w. ഇതാണ് ഇക്വേഷൻ ഫോർ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ രണ്ട് വെലോസിറ്റി കമ്പോണൻസേ ഉള്ളൂ. ഈ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനേ ഉള്ളൂ. സോ നമ്മൾ ഇസഡ് ഡയറക്ഷൻ്റെ കാര്യം നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം dx by u is equal to എന്തെന്ന് എഴുതാം dy by v എന്ന് എഴുതാം. ഓക്കെ, സോ നോക്കേ dx by u എത്രയാ വെലോസിറ്റി കമ്പോണൻറ്റ് എക്സ് ഡയറക്ഷൻ എത്ര എക്സ് സ്ക്വയർ ടി is equal to dy by v എത്രയാണ് തന്നിരിക്കുന്നത് മൈനസ് 2xyt. ഓക്കെ, എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം ടി കട്ട് ചെയ്യാം. ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയർ ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു dx by x is equal to minus dy by 2y എന്ന് വന്നു അല്ലേ. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1/x നമുക്ക് എല്ലാവർക്കും അറിയാം ln x is equal to ഇൻ്റഗ്രൽ 1/y ln y ആണ്. സോ മൈനസ് 1/2 എന്ത് വരും മൈനസ് 1/2 ln y പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ln c. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ln x is equal to ln 1/√y എന്ന് എഴുതിക്കൂടെ. y raised to minus 1/2 അതിന് എനിക്ക് 1/√y എന്ന് എഴുതാം ഇസ് പ്ലസ് എന്തെന്ന് എഴുതാം ln c1. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം ln x is equal to log a plus log ab അല്ലേ. അപ്പോൾ ln ഇൻറ്റു c1/√2y.
സോ ഇതിനെ നമുക്ക് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഇസ് ഈക്വൽ ടു C1 എന്ന് പറയാം. സോ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ, അതിനെ നമുക്ക് വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിക്കാം C. സോ എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വളരെ ഈസി ആയിട്ട് ചെയ്യാം, കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആ ബേസിക് ഇക്വേഷൻ അറിയാം, ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ എന്താണെന്നുള്ളതാണ് കറക്റ്റായിട്ട് ഓർക്കേണ്ടത്. dx/u ഇസ് ഈക്വൽ ടു dy/v ഇസ് ഈക്വൽ ടു dz/w. വളരെ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The flow through venturi meter is proportional to option A h raised to 1/5, option B h, option C h raised to 3/2, option D h raised to 1/2. അപ്പോൾ വെഞ്ചുറി മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബെർണോളിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് വെഞ്ചുറി മീറ്റർ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഫ്ലോ റേറ്റ്, അല്ലേ, ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? വെഞ്ചുറി മീറ്റർ. ബെർണോളിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഫൈൻ. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്ലോ റേറ്റ് എന്തിന് പ്രൊപ്പോഷണലാണ്, ഹെഡിൻ്റെ ഏത് പവറിനാണ് പ്രൊപ്പോഷണൽ എന്ന് ചോദിച്ചത്. നമ്മളിവിടെ വെഞ്ചുറി മീറ്ററിൻ്റെ കേസിൽ ആക്ച്വൽ ഡിസ്ചാർജിന് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് വെഞ്ചുറി മീറ്ററിൽ ആക്ച്വൽ ഡിസ്ചാർജിന് ഇക്വേഷൻ? ഇറ്റ് ഈസ് ഗിവൺ ബൈ CD, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു A1A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതല്ലേ കോഎഫിഷ്യൻ്റ് ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ വെഞ്ചുറി മീറ്ററിൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേ, ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എച്ച്, അല്ലേ? വേർ A1 and A2 ആർ ദ ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ഏരിയ ഓഫ് വെഞ്ചുറി മീറ്റർ ആൻഡ് എച്ച് ഇസ് ദ ഹെഡ്, അല്ലേ? സോ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച്, ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഇസ് പ്രൊപ്പോർഷണൽ ടു h റൈസ് ടു 1/2. അപ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെ കേസിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഹെഡ് റൈസ് ടു 1/2 ആണ്. ആ ഡയറക്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്ത് തന്നെ നമുക്ക് അവിടുന്ന് അത് നോട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജിൻ്റെ കൺസെപ്റ്റ് അറിയാലോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു തിയറട്ടിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജും തിയറട്ടിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ നോർമലി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. For a reservoir, water is drained through two pipes of 10 cm and 20 cm diameter respectively. If the frictional head loss in both pipes is same, then the ratio of discharge through larger pipe to smaller pipe is. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ട് പൈപ്പുകൾ D1 is equal to എത്ര തന്നിട്ടുണ്ട്? 10 cm തന്നിട്ടുണ്ട്. അതേപോലെ D2 is equal to എത്രയാണ്? 20 cm തന്നിട്ടുണ്ട്. ഈ രണ്ട് പൈപ്പിലൂടെയുള്ളയും ഫ്രിക്ഷണൽ ഹെഡ് ലോസ് സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമ്മൾ ഫ്ലോ ത്രൂ പൈപ്പ്സ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മേജർ ലോസസ് ആൻഡ് മൈനർ ലോസസ്, അല്ലേ? അപ്പോൾ പൈപ്പിലൂടെയുള്ള മേജർ ലോസിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? ഫ്രിക്ഷനാണ്. ആ ഫ്രിക്ഷൻ മൂലമുള്ള ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Darcy Weisbach equation. എന്താണ് ആ ഇക്വേഷൻ? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് ഗിവൺ ബൈ FLV സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GD. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് FLV സ്ക്വയർ ഡിവൈഡ് ബൈ 2GD. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ രണ്ട് പൈപ്പിൻ്റെയും ഫ്രിക്ഷണൽ ഹെഡ് ലോസ് സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് ഡിസ്ചാർജ് ത്രൂ ലാർജർ പൈപ്പ് ടു സ്മോളർ പൈപ്പ്. അപ്പോൾ ലാർജർ പൈപ്പും സ്മോളർ പൈപ്പും തമ്മിലുള്ള ഡിസ്ചാർജിൻ്റെ റേഷ്യോ, ഞാനിവിടെ ലാർജർ പൈപ്പ് 2 വെച്ചാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്, സ്മോളർ പൈപ്പിനെ 1 വെച്ചാണ് നൊട്ടേറ്റ് ചെയ്തത്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് Q2 ഡിവൈഡഡ് ബൈ Q1. Q2/Q1ൻ്റെ വാല്യൂ ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ രണ്ട് പൈപ്പിലെയും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ സെയിം ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നോക്കേ. നമ്മുടെ ഈ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ ഇക്വേഷനകത്ത് ഡിസ്ചാർജ് എന്ന് പറയുന്ന ടേം ഉണ്ടോ? ഇല്ല. ഇത് എന്ത്? ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഇക്വേഷനാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു മറ്റൊരു ഇക്വേഷനും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? FLQ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12.1 D⁵. ഇതും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷനാണ് ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ്. ക്ലിയർ ആണോ? ഇത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ഇത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ രണ്ട് ഇക്വേഷൻ ആണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്.
അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ഈ രണ്ടാമത്തെ ഇക്വേഷനാണ്. കാരണം അതിനകത്താണ് എന്തുള്ളത്, നമ്മുടെ ഈ ഡിസ്ചാർജ് കിടക്കുന്നത് അല്ലേ. സോ വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദ ഇക്വേഷൻ FL² ഡിവൈഡഡ് ബൈ 12.1 d⁵. സോ നമുക്കിനി രണ്ട് പൈപ്പിൽ ഒന്ന് കണക്ട് ചെയ്യാം. രണ്ട് പൈപ്പിലെയും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം FL, രണ്ടിനെയും ഫ്രിക്ഷൻ ഫാക്ടറിനെ പറ്റി പറയുന്നില്ല, സെയിം ആണ്. ലെങ്ത് ഓഫ് പൈപ്പും സെയിം ആയിട്ട് തന്നെ എടുക്കാം. Q1 FL² ബൈ 12.1 d⁵. ഇതാണ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ഫസ്റ്റ് പൈപ്പ് ഈസ് ഈക്വൽ ടു FL² ഡിവൈഡഡ് ബൈ 12.1 d⁵. എഴുതിക്കൂടെ. സോ ഇവിടെ FL ക്യാൻസൽ ചെയ്ത് കളയാം, 12.1 ക്യാൻസൽ ചെയ്ത് കളയാം. ഇക്വേഷൻ എങ്ങനെ വരും? Q1² ബൈ d⁵ ഈസ് ഈക്വൽ ടു Q2² ബൈ d⁵. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Q2 ബൈ Q1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ Q2² ബൈ Q1² ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? Q2² ബൈ Q1² ഈസ് ഈക്വൽ ടു d⁵ ഡിവൈഡഡ് ബൈ d⁵. ഓക്കെ, സോ d⁵ ബൈ d⁵. ഓക്കെ, സോ Q2 ബൈ Q1 ഈസ് ഈക്വൽ ടു മേലോട്ട് എഴുതാം. എങ്ങനെ കിട്ടും? Q2 ഡിവൈഡഡ് ബൈ Q1 ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? d2 ബൈ d1 ദ ഹോൾ റൈസ് ടു 5/2. ഈ രീതിയിൽ വരില്ലേ? d2 ബൈ d1 ദ ഹോൾ റൈസ് ടു 5/2. സോ d2 എന്ന് പറയുന്നത് നമുക്കറിയാം 20 ആണ്, d1 എത്രയാണ്? 10 ആണ്. ദ ഹോൾ റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 2, അതായത് 2/5/2 എന്ന് വരും. 2/5 എന്താണ്? 2/5 32 ആണ്. 32/1/2, അതായത് √32 നമുക്ക് എങ്ങനെ എഴുതാം? √32 നമുക്ക് എങ്ങനെ എഴുതാം? √16 × 2 എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് 4√2. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ്. ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ആ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ നമ്മളെല്ലാവരും പഠിച്ചിട്ട് പോകുന്ന ഇക്വേഷൻ ഏതാ? HF = FL(V²/2GD) എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇക്വേഷൻ അറിഞ്ഞിട്ട് പോയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജിൽ ഇക്വേഷൻ അറിയണം. FL(Q²) 12.1 d⁵ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം. സോ വൺസ് അഗെയിൻ താങ്ക് യു ടു ഓൾ.